കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 25 അതിൻ്റെ 2-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുന്നു എന്ന് പറഞ്ഞ് ദാവീദിനാൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ദാവീദിനാൽ രചിക്കപ്പെട്ട അനുഗ്രഹീത സങ്കീർത്തനമാണ്. നമ്മൾ വായിച്ച 2-ാം വാക്യമാണ്, ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ, നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിക്കാൻ പല തലങ്ങളുണ്ട്. മക്കൾക്ക് അപ്പനമ്മമാരിൽ ആശ്രയിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിൽ ആശ്രയിക്കാം, ഒരുപക്ഷെ ഭർത്താവിന് ഭാര്യയിലും ആശ്രയിക്കാം. നമുക്ക് ആശ്രയിക്കാൻ വിശ്വാസികൾക്ക് പാസ്റ്ററെ ആശ്രയിക്കാം. ഒരു ജോലി ചെയ്യുന്ന സ്റ്റാഫിന് അവരുടെ യജമാനനെ അല്ലെങ്കിൽ അവരുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. അങ്ങനെ ലോകത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന മേഖലകൾ പലതാണ്. എന്നാൽ അതൊന്നും ശാശ്വതമല്ല, അതൊന്നും നന്മയെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നൽകുന്ന ഒന്നല്ല. ഇതിനകത്തെല്ലാം മനുഷ്യരെ നമുക്ക് പ്ലീസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലേ? എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ദൂത്, ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം ഇടയാകും. ലോകത്തിൽ നമ്മൾ ആശ്രയം വെക്കരുത്, മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെക്കരുത്. ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്, വിടുതലുകൾക്ക്, സൗഖ്യത്തിന്, ദൈവപ്രവൃത്തികൾക്ക് അത് കാരണമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധിക്കണമേ, ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മനുഷ്യരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടി വരത്തില്ല. നമ്മൾ സാഹചര്യങ്ങളുടെ മുമ്പിൽ തല വണങ്ങേണ്ടി വരത്തില്ല. നമുക്കെതിരെ ശത്രുക്കൾ പ്രബലമായി നിന്നാലും അവരുടെ മുമ്പിൽ നിന്റെ തല താഴുകയില്ല. കാര്യം നമ്മൾ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. 2-ാമത്തെ കാര്യം പറയുന്നത് എന്തുവാ? ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത്. നമ്മുടെ ജീവിതത്തിന് മുൻപായി പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ നമ്മളെ പരാജയപ്പെടുത്തി നമ്മുടെ തലയ്ക്ക് മീതെ അവർ ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലയ്ക്ക് മുകളിൽ ശത്രു ഒരിക്കലും ജയം ഘോഷിപ്പാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഒറ്റ വാക്ക് പറയാം, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. നിനക്കെതിരെ നിൽക്കുന്ന ഈ ശത്രു പ്രബലനാണെങ്കിലും, നിനക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളിക്കുന്ന മാനുഷിക തലം ഒരുപക്ഷെ ശക്തിയുള്ളതാണെങ്കിലും പരാജയപ്പെടുക തന്നെ ചെയ്യും. അവർ നിന്റെ മേൽ ജയം ഒരിക്കലും ഘോഷിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അനേകർക്ക് ഇത് അനുഗ്രഹമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.